നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ശരൺ പ്രാൺ. ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു വ്യത്യസ്തമായൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. സോ എൻ്റെ കൂടെ വീഡു ക്ലെവറിൻ്റെ ഫൗണ്ടറായിട്ടുള്ള വിഷ്ണു ഹരികൃഷ്ണനാണുള്ളത്. സോ വെൽക്കം ടു മൈ ചാനൽ വിഷ്ണു. അപ്പോൾ ഈ കരിയർ കൗൺസിലർ എന്ന നിലയ്ക്ക് വിഷ്ണുവിൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? മാതാപിതാക്കളും കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ ജനറേഷൻ്റെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായിട്ട് കുറേ പുതിയ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്ക്രീൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. എന്നാൽ പോലും കൂടുതലും ഇപ്പോഴത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ പ്രോബ്ലംസ്. അപ്പോൾ ഓവർ തിങ്കിങ് ആയിക്കോട്ടെ, അഡിക്ഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ആ കുട്ടികളെ ആ ഒരു ഫേസിൽ എഫക്ട് ചെയ്യണം. ലേറ്റർ സ്റ്റേജിൽ ചിലപ്പോൾ ഇല്ലായിരിക്കാം, പക്ഷെ അത് പാരന്റ്സിനെയും കുട്ടികളെയും ഒരുപാട് അധികം എഫക്ട് ചെയ്യും. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അവരുടെ കരിയർ എന്താകും, അതിനെക്കുറിച്ചിട്ടുള്ള ഓവർ തിങ്കിങ് ആണ്. കരിയർ വൺ ഓഫ് ദി തിങ്സ് ആണ്. അതുകൂടാതെ പല കാര്യങ്ങളുണ്ട്. അവർക്ക് പല ചെറിയ പരീക്ഷ റിലേറ്റഡ് പോലും നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷ പേടി എന്ന് പറഞ്ഞതിന്റെ വലിയ വേർഷൻസ് ആണ് ഇപ്പോഴത്തെ ജനറേഷൻ. അതായത് പണ്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ആൺകുട്ടികളിലെങ്കിലും പാരന്റ്സിനായിരുന്നു കൂടുതൽ ടെൻഷൻ. പാരന്റ്സിന്റെ നിർബന്ധത്തിന്റെ പുറത്താണ് നമ്മളൊക്കെ നടന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ അങ്ങനെയല്ല. എല്ലാവർക്കും ഉണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ടെൻഷൻ അടിക്കുന്ന കുട്ടികളുണ്ട്, കൂളായിട്ടുള്ള കുട്ടികളുണ്ട്. അതിനെ ആക്ച്വലി നമ്മൾ റെസ്പെക്ട് ചെയ്യാം. ഞാനൊക്കെ ഒട്ടും പേടിയില്ലാത്ത ഒരാളായിരുന്നു. കാരണം തോക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പേടിക്കണ്ട. പക്ഷെ അങ്ങനത്തെ ഒരു ഓവർ തിങ്കിങ് പണ്ട് പൊതുവെ കുറവായിരുന്നില്ല. ഇപ്പൊ അത് ഒരുപാട് കൂടുതലാണ്. അതില് വൺ ഓഫ് ദി റീസൺസ് ആണ് കരിയർ എന്ന് പറയുന്നത്. കരിയറിന് നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാത്തിനും, എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഉണ്ട്. ചിലത് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ആണെന്നേ ഉള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ എങ്ങനെയാണ് ഈ കരിയറിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ആസ് ഓഫ് നൗ ഗസ് വർക്കുകളാണ് പ്രൊഫഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ജനറേഷനും മുമ്പത്തെ ജനറേഷനൊക്കെ ഒരു കരിയർ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഗസ് ചെയ്തിട്ടാണ്. അതായത് എനിക്ക് ഇതായിരിക്കാം. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അംബീഷൻ എന്നുള്ളൊരു വാക്ക് പഠിക്കുന്നത്. റൈറ്റ്, ഇംഗ്ലീഷ് ഒന്നും അധികം അറിയാത്ത കുട്ടിക്ക് പോലും അംബീഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാം. കാരണം അംബീഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ അംബീഷൻ, അതിന് ആൻസർ നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അത് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് സിറ്റുവേഷനിൽ ചോദിച്ചാലും അത് തന്നെയാ പറയാ. ഒരു കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി പോലും ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കോമഡിയൊക്കെ നമ്മൾ അച്ഛനമ്മമാരെന്നെ പഠിപ്പിക്കില്ല, അവന് ഡോക്ടർ ആവണം എന്നാണ് പറയുന്നത്. അത് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ അങ്ങോട്ട് ഫ്ലോയിൽ വരിക. അപ്പൊ അത് ആ കുട്ടിയുടെ ഗസ്സാ. 4ലോ 5ലോ വെച്ച് ആ കുട്ടി ഗസ് ചെയ്ത സാധനം 10ലും +1ലും ആ കുട്ടി ഗസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു റീലിലൊക്കെ കണ്ട പോലെ ചിലർക്കത് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. പക്ഷെ അങ്ങനെ ശരിയാവില്ല എന്ന് ഗസ് ചെയ്യാവുന്ന ഒരു സംഭവമല്ല പ്രൊഫഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ നേരം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കരിയർ. റൈറ്റ്, അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ സ്റ്റെബിലിറ്റിയും ലൈഫ് സ്റ്റൈലും ഫിനാൻഷ്യലും എല്ലാം എഫക്ട് ചെയ്യുന്നത് നമ്മുടെ കരിയറാണ്. അപ്പൊ ഇതിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കുട്ടികൾക്കുള്ള ഒരു ടെൻഡൻസിയാണ്. നമുക്കിപ്പോൾ കരിയർ ഗൈഡൻസിനാണെങ്കിലും വരുന്ന കുട്ടികൾ പലരും ചോദിക്കാറുള്ള കാര്യമാണ്, എങ്ങനെ സ്കോപ്പ് ഉണ്ടോ, അതിന് നല്ല സ്കോപ്പ് ഉള്ള സെക്ടർ എന്താ, കൊമേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും സ്കോപ്പ് ഉള്ള ഫീൽഡ് എന്താ, ഇത് പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമോ? സ്കോപ്പ് എന്ന് പറയുന്നത് സെക്കൻഡറി നോക്കേണ്ട കാര്യം. ആദ്യത്തെ കാര്യം നമ്മളെ കൊണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരെ കൊണ്ട് ഒരുപോലെ പറ്റില്ല, അല്ലെ? ഞാൻ ചെയ്യുന്ന പോലെ എല്ലാം എന്റെ അത്രയും ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്ന ക്വാളിറ്റിയിലോ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത്തുകൾ ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ബേസിക്കലി ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കരിയർ സെലക്ട് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഈ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയം ഏതാണ് ശരിക്കും? ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടാവില്ല, എപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? സാധാരണ നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കും സയൻസ് എടുക്കണോ, അങ്ങനെയൊക്കെ തീരുമാനിക്കും. പല തീരുമാനങ്ങളും 10ാം ക്ലാസ്സിലല്ല 12th ഒക്കെ കഴിയുമ്പോഴാണല്ലോ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അത് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയേണ്ടത്, അല്ല എങ്ങനെ നമുക്ക് തിരിച്ചറിയാത്? കരിയർ തിരിച്ചറിയാനായിട്ട് 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ഈ വെക്കേഷൻ ടൈമിലൊക്കെ ക്ലാസ്സും ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ, കോവിഡിന് ശേഷം ഒരുപാട് ഓൺലൈൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ക്യാമ്പുകൾ, വളരെ ചെറുത്, ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ 1 or 2 ഡേയ്സിന്റെ അല്ലെങ്കിൽ മാക്സിമം 1 വീക്കിന്റെ ഒക്കെ ചെറിയ ക്യാമ്പുകൾ, കോഡിങ്ങിന്റെ ആയിക്കോട്ടെ, അങ്ങനത്തെ പല ഫീൽഡിലുള്ള അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബേസിക് ഐഡിയ കിട്ടും, എന്താണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അത് വെച്ച് കരിയർ സെലക്ട് ചെയ്യാനല്ല, പക്ഷെ ഒരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9th 10th ആ ടൈമിലാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള രീതി.
ഇൻഡിവിജ്വൽ കരിയർ ഗൈഡൻസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ സ്കൂളുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് പലയിടത്തും പല സ്കൂളുകളിലും ട്യൂഷൻ സെന്റേഴ്സിലും എൻട്രൻസ് കോച്ചിങ് സെന്ററിലൊക്കെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളുണ്ട്. ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അക്കാദമിക് സെഷനുകളാണ്. അതായത് പുതിയ പുതിയ കോഴ്സുകൾ, ഏറ്റവും സ്കോപ്പുള്ള പുതിയ ഫീൽഡുകൾ, അതൊക്കെ എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതറിയാനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. റൈറ്റ്, ഇതിൽ വേണ്ടത് അയാൾക്ക് എന്ത് പറ്റും എന്നുള്ളതാണ്. റൈറ്റ്, ഓരോരുത്തർക്കും ഓരോന്നാ. എല്ലാവരും ഒരു സയൻസ് പറയുന്നത് ഇന്ന സ്കോപ്പുകളാണ് ഇവിടെ ഉള്ളത്, ജനറൽ ആയിട്ടുള്ള ബ്രോഡ് കാര്യങ്ങളാണ്. അപ്പൊ ബ്രോഡായിട്ടല്ല നമ്മൾ ഒരിക്കലും ഡിസൈഡ് ചെയ്യേണ്ടത്, നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ തീരുമാനം. അതായത് ഓരോ ഇൻഡിവിജ്വൽസും അവർ ഓരോരുത്തരുടെയും കാലിബർ വ്യത്യസ്തമാണ്. എൻ്റെ ഒരു ഇന്റലിജൻസിന് വ്യത്യാസം ഉണ്ടാവും, വിഷ്ണുവിന്റെ ഇന്റലിജൻസിന് വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ. ഓരോരുത്തരും രത്നങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ ആ രത്നത്തെ ഐഡന്റിഫൈ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് അതിലൂടെ. അത് എങ്ങനെയാണ് അപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽ സെഷൻസിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ട് കരിയർ ഗൈഡൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ഒരു റൂമിൽ ഒരു കുട്ടിയെ പിടിച്ചിരുത്തി കുറേ നേരം സംസാരിക്കും. ആ കുട്ടിയോട് സംസാരിച്ച് ആ കുട്ടിയുടെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുക. പണ്ട് എന്നല്ല, ഇപ്പോഴാണെങ്കിലും പണ്ടാണെങ്കിലും ഒരു പരിധി വരെ ഒരു കുട്ടിയെ നമുക്ക് അങ്ങനെ വാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ഒരു പുറത്തോട്ട് വരില്ല. നമുക്ക് കൂടെ നടന്ന് സംസാരിക്കുന്ന പോലെ ഒരു പുറത്തൊരു കൗൺസിലറുടെ അടുത്ത് സംസാരിക്കില്ല. ആ ഒരു ലിമിറ്റേഷൻ മനസ്സിലാക്കി ഇപ്പോൾ കുറേ കുറച്ച് കാലമായിട്ട് ഉണ്ട്, നമ്മൾ പലരും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ് കരിയർ ഗൈഡൻസിന് യൂസ് ചെയ്യുന്നത്. സൈക്കോമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാളോട് നമ്മളൊരു ഉപദേശം ചോദിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ കഴിവുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് എനിക്ക് പറ്റുന്ന കരിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മനുഷ്യന്റെ ലിമിറ്റഡ് നോളേജ്, ഞാനാണ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിമിറ്റഡ് നോളേജിനുള്ളിൽ നിന്നിട്ടുള്ള സജഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എത്രയൊക്കെ പറഞ്ഞാലും ഒരാൾക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല. റൈറ്റ്, അത് വെറുതെ ക്ലെയിം ചെയ്യാന്നേ ഉള്ളൂ. ആർക്കും അറിയില്ല. എല്ലാവർക്കും അവരവരുടെ സർക്കിളിലുള്ളത് അറിയണ്ടാവും. അപ്പോൾ അതിന് ഒരു വഴി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് ഓൺലൈൻ ആയിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എടുക്കാൻ പറയുന്നത്. ഓൺലൈൻ സൈക്കോമെട്രിക് ടെസ്റ്റിൽ വാലുവേറ്റ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി വാലുവേറ്റ് ചെയ്യും, ഇൻട്രസ്റ്റ് വാലുവേറ്റ് ചെയ്യും, അതുപോലെ എബിലിറ്റീസ്, നമ്മുടെ സ്കിൽ ആൻഡ് എബിലിറ്റീസ്, പിന്നെ ഒരുപാട് വാല്യൂസ്, അതായത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, നമ്മുടെ ലേണിംഗ് സ്റ്റൈലുകൾ, ഇങ്ങനത്തെ പല ഫാക്ടേഴ്സും വാലുവേറ്റ് ചെയ്താൽ ഇതെല്ലാം ഓരോരുത്തർക്കും യൂണീക്കാണ്. റൈറ്റ്, നമ്മൾ ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന പോലെ പല പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് എന്ത് കരിയേഴ്സ് പറ്റുമെന്ന് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സൈക്കോമെട്രിക് ടെസ്റ്റ് ബേസ്ഡ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിന് ശേഷമാണ് എലിജിബിൾ ആയിട്ട് പറയാം. ഏറ്റവും ആപ്റ്റ് ടൈം എന്ന് പറയുന്നത് 9th സ്റ്റാൻഡേർഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 10th കഴിയുമ്പോഴാണ് നമ്മൾ ലൈഫിലെ ഫസ്റ്റ് കോള്, അതായത് +1 +2 ബ്രാഞ്ച് എടുക്കലാണ് നമ്മുടെ കരിയറിനോട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 10ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പാണ് അത് ചെയ്യേണ്ടത്. 9th ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ കാര്യമായതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും, എന്നാൽ ഇത് നോക്കാം. ആ ഒരു ചെറിയ ജമ്പിങ്സിന് ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു 1 year കിട്ടിക്കഴിഞ്ഞാൽ 9th ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം. അല്ലെങ്കിൽ 10th കഴിയുന്നതിന് മുമ്പായിട്ട് ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ കരിയർ ഗൈഡൻസും 12th കഴിഞ്ഞ കുട്ടികളാണ്. കാരണം എന്താ വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ബ്രാഞ്ച് എടുക്കുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു പണിയാണ്. ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുത്താൽ മതിയല്ലോ. അപ്പൊ നമ്മുടെ ഒരു ട്രെൻഡ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ബയോ, മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അതിന്റെ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് 12th എത്തുന്നത്. പിന്നെ കൂട്ടുകാർ ഏതാ എടുക്കണേ, അതൊക്കെയാണ് 11th 12th എടുക്കാനുള്ള കാരണം. പക്ഷെ 12th കഴിയുമ്പോഴാണ് ആക്ച്വൽ ക്വസ്റ്റ്യൻ വരിക. ഇനി എന്ത് ചെയ്യും, ഇനി ടോട്ടൽ വൈഡായിട്ട് കിടക്കുക. അതിലും കൂട്ടുകാരെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപ്പോഴെങ്കിലും കരിയർ ഗൈഡൻസ് അപ്പ് ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. പക്ഷെ ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് 9th ആ ഒരു ടൈമാണ്. അപ്പൊ ഈ എന്താ പറയാ, ഇത് ഇങ്ങനെ ഈ ടെസ്റ്റ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. സൈക്കോമെട്രിക് ടെസ്റ്റ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇത് 100% നമുക്ക് അതിന്റെ കറക്റ്റ് റിസൾട്ട് കാണിക്കും. അതായത് നമ്മളൊരു ബ്ലഡ് ചെക്ക് ചെയ്യുന്ന പോലെ ഒരു 100% വാല്യുവേഷനുള്ള ഒരു കറക്റ്റ് ടെസ്റ്റ് അല്ല വരുന്നത്. ഇതിലെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ട്രൈറ്റുകൾ ഞാൻ പറഞ്ഞ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസിന് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കുഞ്ഞു ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു 10 ചോദ്യം അതിനെ റെപ്രസെന്റ് ചെയ്യണതാണ്. അപ്പൊ ആ കുട്ടിക്ക് ഇന്ന സിറ്റുവേഷനിൽ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു കുട്ടിക്ക് മൈക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഇതർ സംസാരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി വേഗം മൈക്ക് മേടിച്ചിട്ട് കൂട്ടുകാരന് കൊടുക്കും, അല്ലെങ്കിൽ ആ കുട്ടി അപ്പം തന്നെ ഡോർ അടച്ചിട്ട് തിരിച്ചിറങ്ങിപ്പോകും. അത് ഓരോരുത്തർക്കും ഓരോ ആൻസേഴ്സ് ആയിരിക്കും. റൈറ്റ്, നമ്മളുടെ ആൻസർ എന്താണോ അത് ആത്മാർത്ഥമായിട്ട് ഓണസ്റ്റ് ആയിട്ട് ആ കുട്ടി ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വക വാല്യുവേഷൻസ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഹോണസ്റ്റ് ആയിട്ട് വേണം ഇത് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ. അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തെങ്കിൽ വെറുതെ കറക്കി കുത്തിയിട്ട് കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, വെറുതെ കറക്കി കുത്തിയാൽ നമുക്ക് റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതൊരു സിസ്റ്റത്തിന്റെ ഒരു ഇതുള്ള കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അത് ഫേക്ക് ആണെന്നുള്ളത്. വളരെ കുറച്ച് കുട്ടികൾ അങ്ങനെ ചെയ്യുള്ളൂ. പാരന്റ്സ് അത്രയും നിർബന്ധിച്ചൊക്കെ കൊണ്ടുവരുമ്പോഴാണ് അങ്ങനെ ചെയ്യുക. മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെ അതല്ല. അവർക്ക് അറിയാം കുറെയൊക്കെ ചെയ്യേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ അവർ ചെയ്യാൻ റെഡിയാണ്. ആ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിയാന്നുള്ളതാണ് മെയിൻ കാര്യം. പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു വാല്യുവേഷൻ ഉണ്ട്. പലരും ചെയ്യണത് പുതിയ കോഴ്സുകളെ പറ്റി അന്വേഷിക്കുക, കൂട്ടുകാരോട് ചോദിക്കുക, കൂട്ടുകാരെന്താ ചെയ്യണേ അത് നോക്കി തീരുമാനിക്കുക. അപ്പം അങ്ങനെയല്ല വേണ്ടേ. നമുക്ക് എന്താണെന്ന് അറിഞ്ഞ് ഇതുപോലത്തെ ടെസ്റ്റ് എടുത്ത് വാല്യുവേഷൻ എടുക്കുമ്പോൾ അതിനുള്ള ചാൻസസ് ആർ വെരി ഹൈ.
ടു ബി സക്സസ്ഫുൾ ചാൻസസ് ആർ വെരി ഹൈ. 100% അതിൽ വരുന്ന എല്ലാ ലിസ്റ്റും നമുക്ക് പറ്റുന്നല്ല. അതുപോലെ വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്നുള്ളത് ഈ സൈക്കോമെട്രിക് ടെസ്റ്റുകളിൽ നമ്മൾ പർട്ടിക്കുലർ ഒരു കരിയർ അല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നോക്കണം, മൾട്ടിപ്പിൾ കരിയേഴ്സ്. അതായത് നിങ്ങളപ്പോ ഏതൊക്കെ കരിയർ വേണം എന്നുള്ളത് ഗൈഡ് ചെയ്ത് ഫീൽഡുകളാണ് നമ്മൾ എടുക്കുക. അതായത് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയും ആ കുട്ടിയുടെ ഇൻട്രസ്റ്റും അയാളുടെ ഫാക്ടേഴ്സ് എല്ലാം അലൈൻഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റ് ഓഫ് കരിയേഴ്സ്. ഇപ്പൊ ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു സിമ്പിൾ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് തോട്ട് പ്രോസസ്സുകളുണ്ട്. ഇതർ ലോജിക്കൽ, തല മാത്രം വെച്ച് ആലോചിക്കുന്ന ലോജിക്കൽ തിങ്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഇമോഷണൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് നല്ലൊരു മാനേജർ ആവാൻ പറ്റുള്ളൂ, റൈറ്റ്? അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോ ഡോക്ടർ, നേഴ്സ്, അത് നമ്മളിപ്പോഴും പല സ്ഥലത്തും പറയാറുള്ള ഒരു എക്സാമ്പിൾ. അതായത് ഡോക്ടർ ആവാനോ നേഴ്സ് ആവാനോ ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡാണ്. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് 2 കൊല്ലം 3 കൊല്ലം ഒക്കെ റിപ്പീറ്റ് ചെയ്ത കുട്ടികൾ ഡോക്ടർ ആവാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ നഴ്സിംഗിന് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. രണ്ടും 2 പേഴ്സണാലിറ്റിയാണ്, റൈറ്റ്? ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർ ആ പേഷ്യന്റിനെ നോക്കണത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, ആളുടെ വർക്ക് തിങ്ങണത്, റൈറ്റ്? അയാൾക്ക് അത് ട്രീറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യമുള്ളൂ. അയാൾക്ക് വിഷമമുണ്ടോ, അയാൾക്ക് സങ്കടമുണ്ടോ, വേദന ഉണ്ടോ എന്നുള്ളത് ആ ഡോക്ടർ അവിടെ ഡോക്ടറിന് വേണ്ട. അങ്ങനെ സെന്റിമെന്റ്സ് എടുക്കുന്ന ഡോക്ടർ ആണെങ്കിൽ ആൾക്ക് ഒരിക്കലും ലൈഫിൽ ഹാപ്പി ആവാൻ പറ്റില്ല. കാരണം ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അയാൾ ഡെയിലി കാണുന്ന ഈ വക ആക്സിഡൻസാ. ആൾക്ക് എൻഡ് ഓഫ് ദ ഡേ വീട്ടിൽ ചെല്ലുമ്പോഴും ആ സാധനം മനസ്സിൽ കിടക്കും, ഈ ഒരു കുട്ടി ഇന്ന് ആക്സിഡന്റ് ആയിട്ട് വന്നു, അത് കിടന്നു. ഡോക്ടറിന് ഒരിക്കലും ഇമോഷണൽ കണക്റ്റഡ് ആവരുത്. ഡോക്ടർ ഒരു പ്രാക്ടിക്കൽ തിങ്കർ ആയിരിക്കണം. എന്നാൽ അതിന്റെ സിമിലർ ജോബാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നഴ്സിംഗ് ഒരിക്കലും പ്രാക്ടിക്കൽ തിങ്കർ ആവരുത്. നഴ്സ് ഒരു പ്രാക്ടിക്കൽ തിങ്കർ ആയി എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടി കൈ ഒടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് ആ കുട്ടി ചിലപ്പോൾ കൈയൊക്കെ പിടിച്ച് പടയ്ക്കും. അപ്പോൾ ഒരു നേഴ്സ് 1 ദിവസം 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു 5-6 കൊല്ലമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഈ കുട്ടി കിടന്ന് കൈയും കാലും കാട്ടി കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും. കാരണം ഇയാളിത് എന്നും കാണുന്ന സാധനമാണ്, റൈറ്റ്? അപ്പൊ ഇത്ര ഗോഷ്ടി കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ തോന്നും. അപ്പോൾ ആ ഒരു എംപതി ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നേഴ്സ് ആവാൻ പറ്റില്ല. അപ്പൊ ഇതൊരു പേഴ്സണാലിറ്റിയുടെ ഒരു വളരെ ചെറിയ പോയിന്റാണ്, റൈറ്റ്? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യാൻ. കാരണം അത് 1-2 ദിവസം ചെയ്യേണ്ട കാര്യമാണ്, ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ആ കറക്റ്റ് നമ്മളുടെ ഇമോഷൻസും നമ്മുടെ എബിലിറ്റിയും ഒക്കെ അനുസരിച്ചിട്ട് ഏതിനെയാണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിലൂടെ എത്തുമ്പോഴാണ് അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. അതാണ് ലോജിക്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് വേറെ തോന്നിയൊരു വിഷയം എന്ന് വെച്ചാൽ പലപ്പോഴും മാതാപിതാക്കളും കൂടി ഇൻവോൾവ് ആവും. അവരാണല്ലോ കൊണ്ടുവരുന്നത് 10ാം ക്ലാസ്സിലൊക്കെ കുട്ടികളാകുമ്പോൾ. അപ്പം ഇവർ ഈ ചോദ്യങ്ങളും കാര്യങ്ങളും കൂട്ടത്തിൽ വരുമ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് ഇതിൻ്റെ അകത്ത് ബാധിക്കുമോ? അവരായിട്ടാണോ വരേണ്ടത് ശരിക്കും? എന്താണ് അതിൻ്റെ അകത്ത്, എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യണത്? മിക്സഡ് ആണ്. ഒരു പരിധി വരെ വളരെ കുറച്ച് തന്നെയാണ്, വലിയ പെർസെൻറ്റേജ് അല്ല. എന്നാൽ പോലും ചില പാരൻസിനൊക്കെ ഒരു ആഗ്രഹമുണ്ട് മക്കൾ ഇങ്ങനെ ആവണം. ഇപ്പോൾ ജനിക്കുമ്പോഴേ തന്നെ എൻ്റെ മോൻ ഡോക്ടറായി കാണണം, എഞ്ചിനീയറായി കാണണം, എനിക്കാവേണ്ടതായിരുന്നു, അത് പറ്റിയില്ല, മോനെ കൊണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പാരൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ, അല്ലെങ്കിൽ പാരൻസിനാണെങ്കിലും കുട്ടികളാണെങ്കിലും നമുക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് ജനറേഷനാണ്. അപ്പോൾ പാരൻസിനോട് ഇതാണ് കാര്യം, ആ കുട്ടി ഡോക്ടറാവാൻ പറ്റുന്ന ഒരാളല്ല എന്ന് പറയുമ്പോൾ പറ്റില്ല ഡോക്ടർ ആവണം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പാരൻസ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് എന്താ പറ്റുക, നമ്മുടെ കുട്ടിക്ക് എന്താ പറ്റുക നോക്കിയിട്ട് അതിൽ നല്ല ഓപ്ഷൻ അവരെടുത്തോട്ടെ. അവർക്ക് തീർച്ചയായിട്ടും നല്ല ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നല്ല ഓപ്ഷൻ എടുക്കാം. പക്ഷെ ഒരു തരത്തിലും വാല്യുവേഷൻ ഒന്നും ഇല്ലാതെ കണ്ണും പൂട്ടി ഒരു കരിയർ നമ്മൾ ഗസ് ചെയ്യണത് വലിയൊരു ബ്ലണ്ടറാണ്. അതിന് യാതൊരുവിധ ലോജിക്കും ഇല്ല. തീർച്ചയായിട്ടും നമുക്ക് എന്താ പറ്റുകയെന്ന് നോക്കിയിട്ട് പാരന്റ്സിന്റെ തീരുമാനങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മളെപ്പോഴും കരിയർ ഗൈഡൻസ് സെഷൻസ് എടുക്കുമ്പോൾ പാരന്റും കൂടി ഇരിക്കണം എന്നാ പറയാം. ഈ കരിയർ കൗൺസിലിംഗ് കൊടുക്കാറുണ്ടോ? സെപ്പറേറ്റ് കൗൺസിലിംഗിന്റെ ആവശ്യമുള്ളവർക്ക് മാത്രം സെപ്പറേറ്റ് കൗൺസിലിംഗ് കൊടുക്കും, പാരന്റിംഗ് കൗൺസിലിംഗ്സ്. അല്ലാതെ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് കുട്ടിയുടെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് വാല്യൂ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പാരന്റ്സ് ആണ്. സോ ദേ ഷുഡ് ഓൾസോ നോ വാട്ട് ഇറ്റ് ഈസ്. അപ്പൊ അവർക്ക് അവരുടെ കുട്ടിയെ പറ്റി മനസ്സിലാക്കാനും, അതുപോലെ ഈ കരിയർ ഗൈഡൻസിന് ഒരു കരിയർ കൗൺസിലിംഗ് എന്നുള്ള ഒരു ടേമും കൂടി പാരലലി യൂസ് ചെയ്യണ കാരണം കുട്ടികൾക്കൊരു ഇതുണ്ട്, കൗൺസിലിംഗ് ആണ്, പിടിച്ചിരുത്തി ശ്വാസം മുട്ടിച്ച് അവരോട് കുറെ ചോദ്യം ചോദിക്കും എന്നുള്ളത്. അങ്ങനെയല്ല. കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ലൈഫിൽ, ഒരു കുട്ടിക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആണ്, റൈറ്റ്? അതായത് അയാളുടെ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും ഞങ്ങൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് കഴിയുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ എന്ത് തോന്നുന്നു സെഷന് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും? അപ്പൊ എല്ലാവരും പറയുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, വരുന്നതിന് മുമ്പ് ഒരു നിവർത്തിണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു, ഈ അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി, ഇഷ്ടമായി, അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഈ
ഇത് നിങ്ങളെങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്യണത്? ഓൺലൈനിലൂടെയാണോ കണ്ടക്ട് ചെയ്യണത്, അല്ലെങ്കിൽ 1-to-1 സെഷൻ ആണോ, എങ്ങനെയാണിത്? കരിയർ ഗൈഡൻസ് നമുക്ക് സൈക്കോമെട്രിക് ടെസ്റ്റ് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യണതാണ് നല്ലത്. ഓഫീസുകളിൽ വന്ന് അറ്റൻഡ് ചെയ്യണത് നമ്മൾ അധികം പ്രിഫർ ചെയ്യില്ല. കാരണം ഇതിൽ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ സിറ്റുവേഷണൽ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. അതായത് പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ് ഒക്കെ ഓരോ പ്രിഫറൻസുകൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ സമയം ലിമിറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളല്ല, ടൈമറുള്ള ചോദ്യങ്ങളല്ല. നമുക്ക് സമയമെടുത്ത് വായിച്ചു നോക്കി വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. വീട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ ടെസ്റ്റിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒക്കെ എടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം സമയം എടുക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ സമയമെടുത്ത് സമാധാനമായിട്ട് ചെയ്യുക. ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഇതിന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ട്. അത് ഐദർ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാം, അല്ല വിത്തിൻ കൊച്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൊച്ചിയിലാണ് ഇപ്പോൾ സർവീസസ് ഉള്ളത്. കൊച്ചിയിൽ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഹോം സെഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് കുട്ടികൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പാരന്റ്സിന്റെ പ്രസൻസിൽ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാം. ഒരു 1 to 1.5 hours മാക്സിമം ആ ടൈം ഡ്യൂറേഷനിലാണ് സെഷൻ ഉണ്ടാവുക. അതിൽ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി എല്ലാം വാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിന്റെ കൂടെ ഈ വരുന്ന കരിയേഴ്സിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ എന്താ പഠിക്കേണ്ടത്, അതിനോട് റിലേറ്റഡ് ടു ദാറ്റ് എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. എനിക്കറിയാം വിഷ്ണു ഈ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യണത്. അങ്ങനെയാണ് ഞാനിതിനെ പരിചയപ്പെടണമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഒരു കരിയർ ഗൈഡൻസ് മാത്രമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യണത്, അതല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും? അല്ല, ഞങ്ങൾ കരിയർ ഗൈഡൻസ് ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്. അതും അതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ 10th കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് ഞാൻ ബയോമാക്സ് എടുത്തു. അല്ലാതെ വേറെ ഒരു കാരണമില്ല ബയോളജി എടുക്കാൻ. എനിക്ക് ബയോളജിയോട് വലിയ താല്പര്യം ഒന്നുമില്ല. കമ്പ്യൂട്ടർ പിന്നെ ഓക്കെ ആയിരുന്നു, പക്ഷെ എന്നാലും ബയോമാക്സ് എടുത്തു. അപ്പോൾ പലരും അവിടെ ഇവിടെ കേട്ടിട്ടുള്ള, ഇപ്പോൾ പോലും പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ്, ബയോസയൻസ് എടുത്താൽ കുട്ടിക്ക് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും പോകാമല്ലോ, അതുകൊണ്ടാണ് ബയോമാക്സ് എടുത്തത്. അത് വലിയൊരു ബ്ലണ്ടറാണ്. അതല്ല അതിൻ്റെ ഒരു ലോജിക്, റൈറ്റ്? അപ്പോൾ ബയോമാക്സ് എടുത്ത ഒരാളാണ്. അതിനുശേഷം ഞാൻ ബയോളജി റിലേറ്റഡ് ഒന്നും നോക്കിയില്ല. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിയുമ്പോഴും നമുക്ക് എഞ്ചിനീയറിംഗിനോട് ഒരു ഇഷ്ടമൊന്നുമില്ല. ഇത് പഠിക്കണം എന്നുള്ളത് കൊണ്ടും വീട്ടുകാർ നമ്മൾ നോക്കിയിരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നുള്ള കേൾക്കുന്നത് പോലും, റൈറ്റ്? കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേൾക്കുന്നത്. ആ സമയത്താണ് ഞാൻ കരിയർ ഗൈഡൻസ് സെഷൻ അറ്റൻഡ് ചെയ്യണത്. ഇപ്പോഴും പലരും ഗ്രാജുവേഷൻ കഴിഞ്ഞവരും പ്രൊഫഷണൽസ് ഒക്കെ കരിയർ ഗൈഡൻസ് സെഷൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിനുശേഷമാണ് എനിക്ക് എൻ്റെ ഫീൽഡ്, എനിക്ക് കുറച്ചും കൂടി മാനേജ്മെന്റ് കാര്യങ്ങളാണ് താല്പര്യം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതിന് ആ ഒരു ഇതിൽ വന്നതിന് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞു ഇത് കുറച്ചും കൂടി ആൾക്കാരിൽ എത്തണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, എനിക്ക് കരിയർ ഗൈഡൻസ് എടുക്കുമ്പോൾ വളരെ പ്രൗഡ്ലി പറയാൻ പറ്റുന്ന കാര്യം, എനിക്ക് യാതൊരുവിധ അജണ്ടയില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. എനിക്ക് അഡ്മിഷൻ കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഇന്ന കോഴ്സിലേക്ക് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് റെഫർ ചെയ്യുക അങ്ങനത്തെ ഒരു സ്കീമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓണസ്റ്റ്ലി ഗൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ടെസ്റ്റ് എടുത്ത് ഇവർക്ക് എന്ത് ഫീൽഡാണെന്ന് പറഞ്ഞു കൊടുക്കണതുള്ളൂ. പിന്നെ നമുക്ക് അറിയാവുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അഡ്മിഷൻ പാർട്ടിലേക്ക് നമ്മൾ കടക്കാറില്ല. അത് കടക്കാത്തത് അതുകൊണ്ടാണ്. നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ബിസിനസ് ആയാൽ പിന്നെ ഉറപ്പായിട്ട് അതിനോടൊരു ബയാസ്ഡ് ഒപ്പീനിയൻസ് വരും. അപ്പൊ അങ്ങനെ ഒരു ബയാസ്ഡ് ഇത് വരാതിരിക്കാൻ 100% ഇങ്ങനെ വന്നപ്പോൾ തന്നെ വേറൊരു സംശയമുള്ളത്, കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ എന്നെ പോലത്തെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും നമ്മളും ഇതൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല ഇപ്പോഴും ഈ ജോലി ചെയ്യണതും ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് നമ്മളുടെ ഒരു സ്റ്റാൻഡ് എന്താണ്, അതിൻ്റെ സ്പേസ് എന്താണെന്നുള്ളത് ഇതിലൂടെ തിരിച്ചറിയാൻ പറ്റും. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ലൈഫിൽ ഒരു കരിയർ മാത്രമല്ല. അല്ല, സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി വാലുവേഷൻ ആണ്. അതിന്റെ പാർട്ടായിട്ടാണ് കരിയർ കിട്ടണമെന്നേ ഉള്ളൂ. അപ്പൊ 10th കഴിയുമ്പോൾ എടുത്താൽ ആ കുട്ടിക്ക് എല്ലാ ഓപ്ഷൻസും ഓപ്പൺ ആണ്. 12th കഴിയുമ്പോൾ എടുത്താൽ കുറച്ച് ലിമിറ്റഡ് ആണ്. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ലിമിറ്റഡ് ആണ്. ഈ ഓപ്ഷൻസ് കുറയുന്നേ ഉള്ളൂ. ഒരാളുടെ പേഴ്സണാലിറ്റിയും ഒരാളുടെ ഇൻട്രസ്റ്റും ഒന്നും തോന്നിയ പോലെ മാറില്ല. അത് ഓൾറെഡി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളോടൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം ആ കുട്ടി ചെയ്യുന്നുണ്ടാവും. Right. The moment you stop compelling him, he will stop doing it. അവൻ ഒരിക്കലും പിന്നെ അത് ചെയ്യില്ല. കാരണം അവനത് ഇൻട്രസ്റ്റിന്റെ പുറത്തല്ല ചെയ്യണം. അവൻ വേറെ മോട്ടിവേഷൻ കാരണം കൊണ്ടാണ് ചെയ്യണം. ചിലപ്പോൾ പേടിയാവാം, ചിലപ്പോൾ സ്നേഹം കൊണ്ടാവാം, വേറൊരു മോട്ടിവേഷനാണ്. അപ്പൊ ആ ഒരു റീസൺ ഇല്ലാതായാൽ ആ കുട്ടി അത് ചെയ്യില്ല. കാരണം താല്പര്യം എന്നുള്ള സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് ഓൾറെഡി ഉണ്ടാവണം. റൈറ്റ്. അപ്പോൾ അത് നമ്മുടെ പേഴ്സണാലിറ്റിയും ഇൻട്രസ്റ്റ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ വർക്കിലായാലും ഓൾറെഡി ഉള്ള ഫീൽഡ് മാറിയില്ലെങ്കിൽ പോലും നമുക്കത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. നമുക്കിപ്പോൾ ഒരു ഓഫീസുകളിൽ നമുക്ക് സ്റ്റാഫുകളുണ്ടാവും, പല ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില ആളുകളുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിരിക്കില്ല, ചില ആൾക്കാരുടെ ഇതൊന്നും ശരിയാവാതെ വരുന്ന കാണാം. എന്നാൽ ചിലപ്പോൾ അവർക്ക് കഴിവുണ്ട് താനും. ഇപ്പോൾ ഈ ഒരു സ്റ്റാഫ് ഇന്റർവ്യൂ ചെയ്യണ കൂട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. പല വലിയ വലിയ കമ്പനികളുടെയും പല MNC കമ്പനികളുടെയും അപ്പോൾ ഏത് സ്പേസിൽ വേണം കൃത്യമായി വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് അപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അത് അല്ല, സൈക്കോമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന പല MNC കമ്പനികളുണ്ട്. അപ്പോൾ ഒരു SME സെക്ടേഴ്സിലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സർവീസ് വേണേ കൊടുക്കാവുന്നതാണോ? ചെയ്യാവുന്നതാണ്. പക്ഷെ അതിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ കൊടുക്കുന്ന ആൻസേഴ്സാണ്.
അപ്പൊ നമ്മൾക്ക് എന്ത് ആൻസേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ honest ആയിട്ട് answer ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേത് അതും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കുട്ടികൾ പറയണ ഉത്തരമല്ല ചിലപ്പോ ഒരു ജോലി എക്സ്പെക്ട് ചെയ്യുന്ന അയാൾക്ക് അറിയാലോ എന്ത് ആൻസറാണ് ഞാൻ കൊടുക്കേണ്ടത്. അപ്പൊ ആക്ച്വൽ ആൻസർ അല്ലാന്നുണ്ടെങ്കിൽ അത് കാരണം ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ പല MNC കമ്പനികളും സൈക്കോമെട്രിക് ടെസ്റ്റ് പാർട്ടായിട്ട് വെക്കാറുണ്ട്. ഒരു പരിധിവരെയൊക്കെ നമുക്ക് അതിൻ്റെ അത് കവർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇൻഡിവിജ്വൽ പേഴ്സണൽ റിക്വയർമെന്റ് ആണ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും. ഓക്കെ. നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇങ്ങനെ പറഞ്ഞ് പല മാതാപിതാക്കളും പറയണതാണ്, ശരിയല്ല അങ്ങനെ പറയുന്നത്. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, ഇവനൊന്നും പഠിക്കില്ല, ഇവനൊന്നും അറിയില്ല. ഇത് തന്നെ അപ്പോൾ കുട്ടികളും വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും, ഇത് എന്നെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മളുടെ ടെസ്റ്റിന് നിൻ്റെ അകത്ത് എന്തെങ്കിലും പാരന്റ്സ് കംപ്ലൈന്റ് സ്ഥിരം പറയാറുള്ളതാണ്. അതല്ലാതെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും അങ്ങനെ ഒരു വിചാരമുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്കൊന്നും ഇഷ്ടമല്ല, എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, ഇതൊക്കെ തന്നെയാണ് പാരന്റ്സും ടീച്ചേഴ്സും പറയുന്നതിന്റെ ഇൻഫ്ലുവൻസ് ആണ്. അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട് അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്, അത് വ്യക്തമായിട്ടുള്ള കാര്യം. എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്, അവരുടേതായ പഠന രീതികളുണ്ട്. ഈ രീതികൾക്കൊക്കെ ആപ്റ്റായിട്ടുള്ള കരിയേഴ്സും ലോകത്തുണ്ട്. അപ്പൊ ചിലതിന് എന്തൊക്കെ പറഞ്ഞാലും സ്കോപ്പ് കൂടുതലാവാം, സ്കോപ്പ് കുറവാം, ഫിനാൻഷ്യലി അത് ഒരുപാട് ഹെൽപ്പിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയ്ക്ക് ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്കോപ്പ് അല്ല, അതെ, അത് സെക്കൻഡറി ആണ്. അപ്പൊ അത് ഒരു പരിധി വരെ നമ്മുടെ ഭാഗ്യം കൂടിയാണ്. റൈറ്റ്, നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കരിയർ, ലോകത്തിലെ ഏറ്റവും സാലറിഡ് ആയിട്ടുള്ള ഒരു കരിയർ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിലും അല്ല, നമ്മളെ സാലറി ഏറ്റവും സാലറീഡ് ആവണമെന്നല്ലോ, നമ്മൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ഒരാളായി മാറുക എന്നുള്ളതാണ് ആവശ്യം. ഈ സക്സസ്ഫുൾ എന്നുള്ളതിന്റെ ഡെഫിനിഷനാണ് അത്. പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഫിനാൻഷ്യലി അത് ഡിപ്പെൻഡന്റ്. തീർച്ചയായിട്ടും അല്ല. നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ ഡെയിലി സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ദിവസം നമ്മൾ കുറച്ചും കൂടി ഒരു നല്ല മനുഷ്യനായിരിക്കും. ഇപ്പൊ ഞാനാണെങ്കിൽ വീട്ടിൽ നമ്മൾ ആരുമായിട്ട് പെട്ടെന്നൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, തല്ലുകളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരാൾ നമ്മളുടെ കെട്ട് കയറാൻ വന്നാൽ പോലും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പോകും. കാരണം നമ്മളൊരു ടൂർ പോകാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു ഗെറ്റ് ടുഗദറിന് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഹാപ്പിയർ പേഴ്സണാണ്. ഇൻസ്റ്റഡ് ഒരു വലിയൊരു ടെൻഷനുള്ള ഒരു ദിവസമാണെന്ന്, ഒരു എക്സാം വരാൻ പോവുക, അല്ലെങ്കിൽ വളരെ പ്രഷറുള്ള ഒരു ദിവസമാണെങ്കിൽ തൊട്ടനും പിടിച്ചാലും നമുക്ക് ദേഷ്യം വരും. ഈവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഹാപ്പിയർ പേഴ്സൺ ആവുക എന്നുള്ളതിന്റെ വളരെ ബേസിക് സ്റ്റെപ്പാണ് ഒരു ഹാപ്പി കരിയർ ഉണ്ടാക്കുക, നമുക്ക് പറ്റിയ കരിയർ ഉണ്ടാക്കുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടേതായ കരിയേഴ്സ് ഉണ്ട്. ഇതിലൊരു പലർക്കുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്, പലർക്കും ഒരു തോന്നലുണ്ട് ഒരു പെർട്ടിക്കുലർ പ്രൊഫഷൻ നമുക്ക് വേണ്ടി എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, അത് കണ്ടുപിടിച്ചാലാണ് നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവാന്ന്. അത് വെറും ഒരു തോന്നലാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെങ്കിൽ വിരാട് കോഹ്ലി, മോഹൻലാൽ, ഇവരൊക്കെ കറക്റ്റ് അവരവരുടെ കരിയറിൽ എത്തിയത് കൊണ്ട് സക്സസ്ഫുൾ ആയതാണ്. മോഹൻലാൽ ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നെങ്കിൽ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കും അറിയില്ല, മോഹൻലാലിനും അറിയില്ല. പക്ഷെ ആവാം. റൈറ്റ്. അപ്പൊ ഇതിലൊരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള കരിയേഴ്സിനെ 3 തിരിക്കാം. 1, അയാളെ കൊണ്ട് നല്ലോണം പറ്റുന്ന സെറ്റ് ഓഫ് പ്രൊഫഷൻ, ഒരെണ്ണമല്ല സെറ്റ് ഓഫ് പ്രൊഫഷൻ. 2, നമ്മൾ പലരോടും എങ്ങനെയുണ്ട് ജോലി, എങ്ങനെയുണ്ട് പഠിപ്പെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ആൻസറാണ് കുഴപ്പമില്ല, അങ്ങനെ പോകണം, കുഴപ്പമില്ല. ആ കുഴപ്പമില്ലാത്തതാണ് സെക്കൻഡ് കാറ്റഗറി, ഓപ്ഷണൽ. തേർഡ് കാറ്റഗറിയാണ് അവോയ്ഡ് എന്ന് പറയുന്ന കാറ്റഗറി. അത് ആരാണെങ്കിലും, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആണെങ്കിൽ പോലും ഈ അവോയ്ഡ് എന്നുള്ള കാറ്റഗറിയിൽ പോയാൽ ഉറപ്പായിട്ടും ഡ്രോപ്പ് ഔട്ടായി തിരിച്ചു വരും. അതുകൊണ്ടാണ് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന സപ്ലി എന്നുള്ള വാക്ക് ഈ ബിടെക്കുകാർക്കൊക്കെ ഭയങ്കര പരിചയമായതും, അല്ലെങ്കിൽ ഒരുപാട് പേര് ബിടെക് ഡ്രോപ്പ് ആവുന്നതും അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഡ്രോപ്പ് ആയി വരുന്നതിന്റെ റീസൺ അത് അവരെ കൊണ്ട് പറ്റാത്തത്, അല്ലാണ്ട് അവരെ കൊള്ളില്ലാണ്ടല്ല, അവർ അതിനു വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല. അവരുടെ അവോയ്ഡ് കാറ്റഗറിയിലാണ് ഈ ബിടെക് എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഡ്രോപ്പ് ഡൗൺ. അപ്പൊ നമുക്ക് ഒരു സെറ്റ് ഓഫ് കരിയർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് ചിലപ്പോൾ വലുതാവാം, ചെറുതാവാം, ഓരോരുത്തരുടെ കേപ്പബിലിറ്റി അനുസരിച്ച്. പക്ഷെ ചെറുതാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതവിടെ ഉണ്ടാവും. എല്ലാവർക്കും പറ്റിയ കരിയേഴ്സ് ലോകത്തുണ്ട്. ഓക്കെ വിഷ്ണു, അപ്പോൾ ഇത് നമ്മൾ സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ കരിയർ മാത്രമാണോ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ അറിയാൻ സാധിക്കും അതിലൂടെ? സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 1 hour കൗൺസിലിംഗ് സെഷനാണ് ശരിക്കും അറ്റൻഡ് ചെയ്യുക. 1 or 1.5 hours, അത് ക്വസ്റ്റ്യൻസിനൊക്കെ അനുസരിച്ച്. ആ 1.5 hours കരിയർ ഗൈഡൻസ് സെഷനിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണത്. അതിന് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് മെയിൻ അജണ്ട കരിയർ ആയതുകൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല തീർച്ചയായിട്ടും അതിൽ വരിക, ഒരു കുട്ടിയെ നമ്മൾ വാലുവേറ്റ് ചെയ്യുന്നത്, ആ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് വാലുവേഷനിലെ മെജോറിറ്റി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കരിയറിനെ പറ്റിയല്ല, ആ കുട്ടിയെ പറ്റിയാണ്. ആ കുട്ടിയുടെ പഠിക്കുന്ന രീതി, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി, ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഫുട്ബോൾ കളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ, ആ ഫുട്ബോൾ കളിക്കാരൻ്റെ സ്ട്രെങ്ത് മാത്രം അയാൾക്ക് അറിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു പ്ലെയർ അല്ല. അയാൾക്ക് ആ സ്ട്രെങ്ത് ഷോ ഓഫ് ചെയ്യാന്നേ ഉള്ളൂ. അയാളുടെ വീക്ക്നെസ് എന്താണെന്നും കൂടെ അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാൾ നല്ലൊരു പ്ലെയർ ആയി പോകണം. അതേപോലെ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കുട്ടിക്ക് പല കാര്യങ്ങളിലും, പഠിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, പലതിലും അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും.
അതുകൊണ്ടാണ് കരിയർ ഗൈഡൻസ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഈവൻ ദോ അവർക്ക് ഒരു കരിയർ ആണെന്ന് ഉറപ്പ് പറഞ്ഞാൽ പോലും കരിയർ ഗൈഡൻസ് അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡു ക്ലെവർ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ ഒരു വിഷൻ എന്തായിരുന്നു? വീഡു ക്ലെവർ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുമ്പോൾ ഉള്ള ഒരു വിഷൻ ഇത് തന്നെയാണ്, എല്ലാവരിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ചെയ്തു വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സെഷൻസും, എല്ലാ കരിയർ ഗൈഡൻസ് സെഷൻ കഴിയുമ്പോഴും ഞാൻ പാരൻസിനോട് ചോദിക്കാറുണ്ട്, എന്ത് തോന്നുന്നു നിങ്ങൾക്ക് തുടക്കത്തിൽ തോന്നി, എന്താണ് ഒരു ഫീഡ്ബാക്ക് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മിസ്സായ പോലെ തോന്നിയാൽ നമുക്കത് കവർ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിലൊരു 90% പാരൻസും നമ്മളോട് പറയുന്ന കാര്യമാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഒരു ഉപകാരപ്പെട്ടേനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയണേ. അങ്ങനെ ആ ഒരു കംപ്ലൈന്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. കുറച്ച് മുമ്പ് നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ശ്രവൺ പറഞ്ഞ കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്തേനെ, ഞാൻ ഇത് പഠിച്ചേനെ, ഞാൻ അങ്ങനെ പഠിച്ചു പോയേനെ എന്നുള്ളത്. ഈ ഒരു കാര്യം ഇനിയുള്ള ജനറേഷനിൽ ആരും പറയേണ്ടി വരരുത്. അതായത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ ജനറേഷനിലുള്ള കുട്ടികൾ പറയേണ്ട അവസ്ഥ വരരുത് എന്നുള്ളത് നല്ലൊരു ഫ്യൂച്ചറിലുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു അതെ അതെ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. സോ ഇന്ന് ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് വിഷ്ണു നമ്മളോട് അവതരിപ്പിച്ചത്. ഈ സൈക്കോമെട്രിക് ടെസ്റ്റിനെ കുറിച്ചും ഒക്കെ വിശദീകരിച്ചു. ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സോ സൈനിങ് ഓഫ് ഫ്രം ശരൺ പ്രാൺ. അപ്പോൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.